നെവിനെതിരെ ഗുരുതരമായ ആരോപണമായി ഷാനവാസും ആദിലയും. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ്. ഷാനവാസിന്റെ ഏതോ ഭാഗത്ത് എവിടെയോ കയറി നെവിൻ കയറി പിടിച്ചെന്നും പറഞ്ഞു ഷാനവാസ് ആദിലെ നോമിനേറ്റ് ചെയ്തു. ആദിലയോട് നേരത്തെ ഇത് പറഞ്ഞാണ്. ഇപ്പം ഷാനവാസുമായിട്ട് ഇന്ന് അടിയുണ്ടായ സമയത്താണ് ഈ ഒരു സംഭവം എടുത്തിട്ടത്. എവിടെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ആദില പറയുന്നത്. ടച്ച് ചെയ്തിട്ടുണ്ട് നെവിൻ എന്ന്. നെവിൻ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ട്. പക്ഷെ ക്യാമറ എല്ലാം നിൽക്കുന്നിടത്ത് ഷാനവാസിന് അങ്ങനെ ചെയ്യോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഷാനവാസിന് ചിലപ്പോൾ തോന്നിയായിരിക്കും, ചിലപ്പോൾ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ അപ്പാനീനെ ഇതാക്കിയ പോലെ ഷാനവാസ് ഒരു ഗെയിം കളിക്കുമല്ലോ, അങ്ങനത്തെ ഒരു ഇതാണ് സാധ്യതയുണ്ട്. ചിലപ്പം നെവിനല്ലേ എന്ത് വേണമെങ്കിലും കാണിക്കാം. നെവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഇന്ന് ഒരടി ഉണ്ടായല്ലോ അവർ തമ്മി. നെവിന് ഒരുപാട് സാധനങ്ങളെല്ലാം കാട്ട് മോഷ്ടിച്ച് കഴിച്ചതിനൊക്കെ ഇന്ന് ഒരുപാട് അടി ഉണ്ടായിട്ടുണ്ട്. ഷാനവാസും നെവിനും തമ്മിൽ ഇത് ഗ്ലാസ് വല്ലതും തല്ലിപ്പൊട്ടിച്ചതെന്ന് ഞാൻ റിവ്യൂ ചെയ്താണ്. അപ്പോൾ ഇതുകൊണ്ടാണോ? പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം, പണ്ട് നടന്ന സംഭവം, ഒരു 2 ആഴ്ച മുന്നേ നടന്ന സംഭവമാണ് ഇപ്പം ആദിലയും ഈ ഷാനവാസും കൂടെ കുത്തിപ്പൊക്കി. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കുക. അത് അങ്ങനെയായിരുന്നു. അന്ന് കംപ്ലൈൻറ്റ് ചെയ്യണം. അന്ന് ബിഗ് ബോസിനോടോ ലാലേട്ടനോടോ എനിക്കിങ്ങനെയുള്ള ബാഡ് ടച്ച് ഉണ്ടായി, എനിക്കിത് എന്ന് പറഞ്ഞാൽ അത് സംസാരിപ്പിക്കണമായിരുന്നു. അല്ലാതെ അന്ന് മറന്നു പോയിട്ട് ഇന്ന് അതിലെയും ഈ ഷാനവാസ് എന്തുകൊണ്ട് ഇത് എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ ഇന്ന് ആ വഴക്കുണ്ടാക്കുക. ഷാനവാസ് പറഞ്ഞു ഞാനിത് പറയത്തില്ലായിരുന്നു, ഇന്ന് ആ വഴക്കുണ്ടായതുകൊണ്ട് ഞാനിത് പറഞ്ഞതാണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. എന്തോ അല്ലേ ഈ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസിന്റെ ഒക്കെ സ്വാതന്ത്ര്യം. പിച്ചി മാന്തി എന്നെ അവിടെ ചെയ്ത് എന്തുവാടേ, എവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിടേ ഈ സാധനങ്ങളെയൊക്കെ. എനിക്കിത് സത്യം പറഞ്ഞ സന്തോഷം പരിപാടി. എന്താണ് ഇങ്ങനെ കാണിക്കുക, ചിരി വരുവാണ്. ഇവന്മാരൊക്കെ ഇത്ര ഇത് നിൽക്കുള്ളൂ. പിച്ചി മാന്തി ഇനി ഈ ബലാസംഗം ചെയ്തതിലെന്ന് മാത്രമേ ഉള്ളൂ പറയാം. ബാക്കിയെല്ലാം പറഞ്ഞിട്ട് പിച്ചി മാന്തി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ അവരുടെ ഗെയിമാണ്. ഇതൊക്കെ മറ്റുള്ളവർക്ക് നെഗറ്റീവായിട്ടാണ് പുറത്തു പോകുന്നത്. ഈ വണ്ടന്മാരും മണ്ടികളും മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്. ഇഷ്ടമാക്കിയ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.